ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പൈത്തണിലാണ്. അപ്പോൾ പൈത്തൺ എന്താണ് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ നമ്മൾ എന്തൊക്കെ നോക്കി? CSS നോക്കി, HTML നോക്കി, ബൂട്ട് സ്ട്രാപ്പ് നോക്കി, അങ്ങനെ കുറേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് എന്ത്? പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഒരു IT പ്രൊഫഷണൽ ആയിരിക്കുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതലായിട്ട് അറിയേണ്ട ഒരു ലാംഗ്വേജ് ആണ് എന്ത്? പൈത്തൺ എന്ന് പറയുന്നത്. കൂടുതലും സ്കോപ്പ് വരുന്ന ഒരു ലാംഗ്വേജും എന്താണ്? പൈത്തൺ ആണ്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് പൈത്തണിൻ്റെ ഒരു പ്രോഗ്രാം ചെയ്യുക, എന്തൊക്കെയാണ് പൈത്തണിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, പിന്നെ ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം, പിന്നെ അതുപോലെ തന്നെ ഫങ്ഷൻസ്, പൈത്തൺ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്, അങ്ങനെ പൈത്തണിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിനായിട്ടുള്ള കണ്ടൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിലൂടെ കവർ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് എന്താണ് പൈത്തൺ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ പൈത്തൺ എന്ന് പറഞ്ഞാൽ എന്താ? പൈത്തൺ ഈസ് എ ഹൈ ലെവൽ ഇൻ്റർപ്രറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പൈത്തൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹൈ ലെവൽ ഇൻ്റർപ്രറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും കൂടെ ആണെന്ത്? പൈത്തൺ എന്ന് പറയുന്നത്. ഈസി ടു ലേൺ ഫോർ ബിഗിനേഴ്സ്. ഏതൊരു ബിഗിനേഴ്സിനാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. അതായത് വേറെയുള്ള ലാംഗ്വേജസ് പോലെ വേറൊരു കമ്പൈലറിൻ്റെ ഹെൽപ്പോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇത് ഡയറക്റ്റ്ലി റൺ ടൈമിൽ തന്നെ എന്തായിരിക്കും? കമ്പൈൽ ചെയ്തിട്ടായിരിക്കും നമുക്ക് ഔട്ട് കിട്ടുന്നത്. പിന്നെ ഒരു ക്രോസ് പ്ലാറ്റ്ഫോം ആണ്, അതായത് പോർട്ടബിൾ ആണ്. നമുക്ക് വിൻഡോസിൽ ഞാൻ കോഡ് എഴുതിയെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം കോഡ് തന്നെ എനിക്ക് എവിടെയും കൊടുക്കാൻ പറ്റും. മാക്കിലാണെന്നുണ്ടെങ്കിലും ലിനക്സിലാണെന്നുണ്ടെങ്കിലും ഉബുണ്ടുവിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു സെയിം കോഡ് മതി പൈത്തൺ റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു സിമ്പിളാണെന്ന്. അത് എന്തുകൊണ്ടാണ് സിമ്പിളാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ഹലോ എന്ന് പ്രിൻ്റ് ചെയ്യിക്കണം. ഇപ്പം സിയിലാണ് നിങ്ങൾ ഹലോ എന്ന് പ്രിൻ്റ് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ചെയ്യാം? ഹാഷ് ഇൻക്ലൂഡ്, IO സ്ക്രീം, അങ്ങനെ കുറേ കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. ബട്ട് നമ്മൾ പൈത്തണിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു IDE ഫയൽ തരും. ഈ IDE-ൻ്റെ നമുക്ക് പ്രോഗ്രാംസ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിനകത്ത് 2 ടൈപ്പ് മോഡാണ് ഉള്ളത്. സ്ക്രിപ്റ്റ് മോഡും ഇൻട്രാക്റ്റീവ് മോഡും. നമ്മൾ പൈത്തൺ ചെയ്യുന്ന ടൈമിൽ നമുക്ക് 2 ടൈപ്പ് മോഡ് വരുന്നുണ്ട്. പ്രോഗ്രാംസ് ചെയ്യുന്ന ടൈമിൽ സ്ക്രിപ്റ്റ് മോഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫങ്ഷൻസ്, സ്റ്റേറ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് മോഡായിരിക്കും യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ലാർജ് ഫയൽസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഫയലിൽ ന്യൂ ഫയലിനകത്തായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് കുറേ കണ്ടൻസ് ഒക്കെ വരുന്നത് സ്ക്രിപ്റ്റ് മോഡിനകത്തായിരിക്കും ചെയ്യുന്നത്. അല്ല നമുക്ക് ഇൻട്രാക്റ്റീവ് ഡയറക്റ്റ്ലി നമുക്ക് ഔട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് IDE-ൻ്റെ ഈ ഒരു ഫസ്റ്റ് നമുക്ക് ഓപ്പൺ ആയി വരുന്ന ഈ ഒരു ഫയൽ ചെയ്താൽ മതി. ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് എന്ത് കൊടുത്തു ഞാൻ? പ്രിന്റ് ഹലോ, എനിക്ക് ഔട്ട് കിട്ടി. പൈത്തണിൽ ചെയ്യുന്നത് കൊണ്ട് ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം. നമുക്ക് ഡയറക്റ്റ് എന്താണോ വേണ്ടത് ഡയറക്റ്റ്ലി കമാൻഡായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എന്ത് കിട്ടും? ഔട്ട് നമുക്ക് കിട്ടും. അപ്പം ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു ബിഗിനേഴ്സിനും പെട്ടെന്ന് മനസ്സിലാവും. പ്രിന്റ് ഹലോ, അത് പ്രിന്റ് ചെയ്യിക്കാനാണ്, ഹലോ എന്നുള്ള വേർഡാണ് പ്രിന്റ് ചെയ്യിക്കേണ്ടതെന്നുള്ള കമാൻഡ് നോക്കിക്കഴിഞ്ഞാൽ ആർക്കാരും മനസ്സിലാവും. സോ അതുകൊണ്ട് തന്നെ ഈ ബിഗിനേഴ്സിന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പിന്നെ സിമിലർ ടു ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ഇതിനകത്ത് അധികം വേറെ കമ്പ്യൂട്ടേഴ്സിന് മനസ്സിലാവുന്ന കോഡ് കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. നമുക്കറിയുന്ന ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ്, നമുക്കറിയുന്ന നോർമലി എല്ലാവർക്കും അറിയുന്ന ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. അപ്പം നമുക്കറിയുന്ന ആ ഒരു ലാംഗ്വേജിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും? നമുക്കതിൻ്റെ ഔട്ടും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യും? കിട്ടും. സോ ഈസി ടു ലേൺ ആണ്, ഈസി ടു റീഡ് ആണ്, ഒക്കെ എന്താണ് ഉള്ള ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പൈത്തണിനെ കുറിച്ച് അറിയുമ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും മെയിനായിട്ട് അറിയാം. പിന്നെ നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ഡാറ്റ ടൈപ്സ് ആണ്. പൈത്തണിൻ്റെ ഡാറ്റ ടൈപ്സ്. അപ്പോൾ പൈത്തണിൻ്റെ ഡാറ്റ ടൈപ്സ് എന്നില്ല, നോർമലി ഒരു ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നത് എന്തൊക്കെയാണ്? ഇൻറ്റ്, ഫ്ലോട്ട്, ഡെസിമൽ, അങ്ങനെ കുറേ ഡാറ്റ ടൈപ്സ് നമ്മൾ ഒക്കെ പഠിച്ച ആൾക്കാരാകുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് നമ്മൾ ലിസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്ന ഡാറ്റ ടൈപ്സ് ഒരു 4 എണ്ണം ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ പറയുന്നത് ബേസിക് ഡാറ്റ ടൈപ്പും അഡ്വാൻസ്ഡ് ഡാറ്റ ടൈപ്സുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബേസിക് ഡാറ്റ ടൈപ്സ് നോക്കാം. ബേസിക് ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡിജേഴ്സ്. അപ്പോൾ ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ജസ്റ്റ് ഒരു നമ്പേഴ്സ്, ഏതൊരു നമ്പേഴ്സും എന്തായിരിക്കും? ഇൻഡിജേഴ്സ് ആയിരിക്കും. 0 to 10 വരെയുള്ളതും ഏത് 0 to 10 വരെ എന്നുള്ളതല്ല, ഏതൊരു നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിലും അതെന്താണ്? ഇൻഡിജർ ആയിരിക്കും. പിന്നെ അതിനകത്തൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് വരുന്ന, ഫ്ലോട്ടിംഗ് പോയിന്റ്സ് വരുന്ന നമ്പേഴ്സ് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും?
ഫ്ലോട്ട് ആയിരിക്കും. ഫ്ലോട്ടിംഗ് പോയിന്റ്സ് വരുന്നതുകൊണ്ട് തന്നെ അത് ഏത് ടൈപ്പ് ഡാറ്റയാണ് അതെന്ന് പറയുന്നത് ഫ്ലോട്ട് ടൈപ്പ് ആയിരിക്കും. ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈപ്പ് ഓഫ് ഡാറ്റാസിനെയാണ് നമ്മൾ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡിജേഴ്സ് നമ്പേഴ്സ് ഇൻഡിജേഴ്സിൽ ഇടുന്നു. ഫ്ലോട്ടിംഗ് പോയിന്റ്സ് വരുന്നതുകൊണ്ട് തന്നെ അത് എന്തിൽ വരുന്നു? ഫ്ലോട്ടിൽ വരുന്നു. പിന്നെ വരുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇമേജിനറി പാർട്ട് ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഇതിൽ എന്താ A+12J എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, 12J എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അതെന്താണ്? ഒരു ഇമേജിനറി പാർട്ട് വന്നു J വന്നപ്പോൾ. അങ്ങനെ വരുന്ന നമ്പേഴ്സിനൊക്കെയാണ് നമ്മൾ എന്താ പറയുന്നത്? കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സ്ട്രിങ് പറഞ്ഞാൽ എന്തായിരിക്കും? സ്ട്രിങ് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സോ അല്ലെങ്കിൽ ഒരു സിംഗിൾ ലെറ്ററോ എന്താണ് സ്ട്രിങ് ആവാം. ബട്ട് നമ്മൾ സ്ട്രിങ്ങിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അതെന്തായിരിക്കും? സിംഗിൾ കോട്ട്സിനകത്തായിരിക്കും, അല്ലെങ്കിൽ അത് ഡബിൾ കോട്ട്സിനകത്തായിരിക്കും. ഒന്നെങ്കിൽ സിംഗിൾ കോട്ട്സ് ആയിരിക്കും, ഓർ അതെന്തായിരിക്കും? ഡബിൾ കോട്ട്സിനകത്തായിരിക്കും. എഴുതുന്ന ടൈമിൽ ഹലോ എന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഒന്നെങ്കിൽ സിംഗിളോ അല്ലെങ്കിൽ ഡബിളോ, അതൊക്കെ എന്തായിരിക്കും? സ്ട്രിങ്ങിലായിരിക്കും വരുന്നത്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ബേസിക് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് വരുന്നതാണ് എന്ത്? അഡ്വാൻസ്ഡ് ഡാറ്റ ടൈപ്സിലാണ് തന്നെ നമുക്ക് നോക്കാനുള്ളതാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എ ലിസ്റ്റ് ഈസ് എ പൈത്തൺ ഓർഡേർഡ്. പൈത്തൺ ആണ്. പൈത്തണിൽ ഓർഡേർഡ് ആയിട്ടുള്ള കളക്ഷൻ ഓഫ് ഐറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിസ്റ്റ് എന്ന് പറയുന്നത്. ലിസ്റ്റ് ഇൻ പൈത്തൺ ഈസ് ആൻ ഓർഡേർഡ് കളക്ഷൻ ഓഫ് ഐറ്റം. ഓരോരോ ഐറ്റത്തിൻ്റെ ഒരു ഓർഡേർഡ് കളക്ഷനെയാണ് നമ്മൾ ലിസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് ചേഞ്ചബിൾ ആണ്. നമ്മളൊരു ലിസ്റ്റിനകത്ത് ഡാറ്റാസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ചേഞ്ചബിൾ ആയിട്ടുള്ളതാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ സ്റ്റോർ എലമെന്റ് ഓഫ് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ്. അതായത് നമ്മളിപ്പോൾ ഏതൊക്കെ ഡാറ്റ ടൈപ്സ് പറഞ്ഞു? ഇൻറ്റിജർ പറഞ്ഞു, സ്ട്രിങ് പറഞ്ഞു, പിന്നെ അങ്ങനെ ഫ്ലോട്ട് പറഞ്ഞു, കുറേ ടൈപ്പ് പറഞ്ഞു. ഏതൊരു ടൈപ്പിലുള്ള ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും? ലിസ്റ്റിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ ഇതെന്താണ്? നമുക്ക് എല്ലാ എലമെൻസിനെയും ഒരേപോലെ, എല്ലാ എലമെൻസിലെ എല്ലാ ഡാറ്റ ടൈപ്സിനും ഒരേപോലെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഇതാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ലിസ്റ്റിലെ ഡാറ്റാസ് നമുക്ക് ചേഞ്ച് ചെയ്യാനും പറ്റും. നമ്മളിപ്പോൾ സിയിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വാല്യൂ ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും യൂസ് ചെയ്യുക? ഇൻറ്റ് എ ഈക്വൽ ടു ഇൻറ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീജേഴ്സ് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇൻറ്റിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇൻറ്റ് എ ഈക്വൽ ടു, അതിൻ്റെ അകത്തേക്ക് ഞാൻ 2 കൊടുത്തു. ഇങ്ങനെ എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഞാൻ ഇതിൽ ചെയ്യുന്ന ടൈമിൽ, ലിസ്റ്റിൽ നമ്മൾ ചെയ്യുന്ന ടൈമിൽ എനിക്ക് അറ്റ് എ ടൈം ഇതിനകത്ത് പറഞ്ഞു ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞു. ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് സാമ്പിളായിട്ടൊരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് നമ്മൾ എഴുതുന്നത് ലിസ്റ്റ് ഈ ഒരു ഫോമാറ്റിലായിരിക്കും ലിസ്റ്റ് ചെയ്യുന്നത്. അതായത് നോർമൽ അല്ല